Hello friends, welcome to my YouTube channel, Haru and Tanu. ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ള മട്ടൻ സൂപ്പാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മട്ടന്റെ മീറ്റും അതുപോലെ തന്നെ എല്ലിന്റെ പീസസും നെയ്യും ഇവിടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് 100 ഗ്രാം ആണ് മട്ടൻ എടുത്തേക്കുന്നത്. ഞാൻ ഇവിടെ മട്ടൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് നാരങ്ങാനീര് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ മട്ടനിൽ കുറച്ച് നാരങ്ങാനീര് പെരട്ടി വയ്ക്കുമ്പോൾ പീസസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. നമ്മളിന്ന് സൂപ്പ് തയ്യാറാക്കുന്നത് കുക്കറിലാണ്. കുക്കറിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യ് യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കറിയാവുന്നതുപോലെ മട്ടൻ സൂപ്പ് കഴിക്കുന്നത് കൊണ്ട് കുറേയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വെയിറ്റ് ലോസിൻ്റെ പ്രോബ്ലംസിന് മട്ടൻ സൂപ്പ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷം മട്ടൻ സൂപ്പ് നമുക്ക് തരാറുണ്ട് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് നല്ലൊരു വാസന വരുന്നുണ്ട്. നമുക്കിതിലേക്ക് മട്ടൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ഇപ്പം ചേർക്കാം. വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ നമുക്ക് ചേർക്കാം. ഞാനിന്നിവിടെ മക്കൾക്കായിട്ടാണ് സൂപ്പ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം. ചുമ, കഫക്കെട്ട്, അതുപോലെ തന്നെ കാലുവേദന, മുട്ടുവേദന ഇതിനൊക്കെ മട്ടൻ സൂപ്പ് വളരെ നല്ലതാണ്. ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റി മട്ടൻ വാങ്ങി സൂപ്പ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. അവരുടെ ഹെൽത്തിന് വളരെയധികം ബെനിഫിഷ്യലാണ്. ഇതേ രീതിയിൽ മട്ടൻ്റെ എല്ല് മാത്രം വാങ്ങി സൂപ്പ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഞാനിവിടെ 4 വിസിൽ മട്ടൻ വേവിക്കുന്നുണ്ട്. മട്ടൻ്റെ വേവിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ 4 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. കണ്ടോ, നമ്മുടെ സൂപ്പ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വറുത്ത് ചേർക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം 2-3 കറിവേപ്പില കൈകൊണ്ടൊന്ന് പിച്ചി നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 3-4 ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ ഈ ചെറിയുള്ളി വറുത്തതും കൂടി നമ്മൾ ഈ സൂപ്പിലേക്ക് ചേർക്കുമ്പോൾ നമ്മുടെ സൂപ്പിൻ്റെ ടേസ്റ്റ് ഇരട്ടിയായി വരും. അത്രയ്ക്ക് ടേസ്റ്റിയായി മാറും നമ്മുടെ സൂപ്പ്. ഈ ഉള്ളിക്ക് ചെറിയൊരു ഉപ്പ് രസം കിട്ടാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സൂപ്പ് നമുക്ക് സൂപ്പ് ബൗളിലേക്ക് മാറ്റാം. ഈ സൂപ്പ് നല്ല റിച്ച് ആണ്, അതുപോലെ തന്നെ നല്ല ഫില്ലിംഗ് ആണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള മട്ടൻ സൂപ്പ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. ഇതിൽ ചെറിയ ചെറിയ മട്ടൻ്റെ പീസസ് കഴിക്കാനായിട്ട് കിട്ടും. അതും നല്ല ടേസ്റ്റിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.